പ്രശാന്തേട്ട, ഈ ഇറാനിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം അയത്തുള്ള ഖൊമേനി ഇറാൻ്റെ പരമോന്നത നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അതായത് മുസ്ലിങ്ങൾ ദുരിതം അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അദ്ദേഹം ഇന്ത്യയും ചേർത്തിട്ടുണ്ട്. ഇന്ത്യ പക്ഷേ അപ്പോൾ തന്നെ കൃത്യമായ മറുപടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അതായത് അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വന്തം നാട്ടിലെ കാര്യം നോക്കിയിട്ട് മതി മറ്റ് നാട്ടിലെ, അതായത് ഈ സ്വന്തം നമ്മൾ നാട്ടുപ്രയോഗം ഉണ്ടല്ലോ, പല്ലിട കുത്തി മണപ്പിക്കരുതെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഒരു കൃത്യമായ മറുപടി ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റി. ഇപ്പോൾ അവിടുത്തെ വാർത്ത എന്ന് പറയുന്നത്, അവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നു, ആളുകൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഈ പോലീസിനും പട്ടാളത്തിനും ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പ്രക്ഷോഭമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. എന്താണ് അതിനകത്ത് വസ്തുതകൾ? വളരെ കാലം നീണ്ടു നിന്ന ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. ഏതാണ്ട് 500 പേര് ഈ മുഖാവരണമായിട്ട് ബന്ധപ്പെട്ട് പർദ്ദ, 500 പേര് മരിക്കുക, 25,000 പേര് ഒക്കെ ജയിലിൽ പോയ ഒരു പ്രക്ഷോഭമുണ്ട്. അന്ന് മരിച്ച മഹാന അമിനിയുടെ 2ാം ചരമവാർഷികമാണിന്ന്. അതിനോടനുബന്ധിച്ച് നടന്ന ഒരു പ്രകടനമാണ് ഇപ്പം പ്രതിഷേധം ഏതാണ്ട് അക്രമാസക്തം, അല്ലെങ്കിൽ പ്രതിഷേധം വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളികൾ വരെ നിരാഹാരത്തിലേക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് സ്ത്രീകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നർഗസ് മുഹമ്മനി, ബെൻഷെ മുഹാറി, മഹഹേം ഹോമെ റസായി, ഈ സ്ത്രീകളുടെ നേതൃത്വത്തിലാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് പറയുവാനുള്ളത് വളരെ രസകരമായിട്ടൊരു സംഭവം. കഴിഞ്ഞ ദിവസം നബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ ഖമേനി എന്ന് പറയുന്ന പരമോന്നത നേതാവുണ്ടല്ലോ, പുള്ളിക്ക് ശകലം തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തിന് പ്രായാധിക്യം കണ്ടമാനമുണ്ട്. കാരണം ഒരാൾ മരിച്ചതിന് ശേഷമാണല്ലോ പരമാധികാരി ഇറാഖിൽ വീണ്ടും എടുക്കുന്നത്, ഇറാനിൽ വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് പ്രായം കണ്ടവാനുമുണ്ട്, ഇദ്ദേഹം മരിക്കുന്നുമില്ല. പറയുന്ന പ്രസ്താവനകളും നടത്തുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഉരുവിടുന്നതും ഒക്കെ രാജ്യത്തിന് തലവേദനയായിട്ട് വരുന്ന ഒരു കാര്യം. കാരണം ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം കൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടായി, ഇപ്പം ഒരു പരുവത്തിന് നിൽക്കുകയാണ്. രണ്ടാമത് ഈ നബിദിനുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞത്, ലോകത്ത് മ്യാൻമറിലും അല്ലെങ്കിൽ ഗാസയിലും ഒക്കെ ഗാസയിലും ഇന്ത്യയിലും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഗാസയിലും മ്യാൻമറിലും കാര്യം ശരിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തെ ജീവിക്കുന്ന മുസ്ലിങ്ങളുള്ളത് ലോകത്ത് എവിടെ പരിശോധിച്ചാലും ഇന്ത്യ കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ. അതിന് യാതൊരു തർക്കമുള്ള കാര്യമില്ല. ആര് പറഞ്ഞാലും അതിന് തർക്കമുള്ള കാര്യമില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യം കൂടിപ്പോയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയം അവർ ഇവിടെ ഉണ്ടാക്കുന്നെങ്കിലേ ഉള്ളൂ. അപ്പം അത് പറയാൻ ഇദ്ദേഹത്തിന് തോന്നിയ ചേതോപകാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ പ്രകടനത്തിനകത്ത് ഈ മുദ്രാവാക്യം കൂടെ വന്നിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിനകത്തില്ലേ, ജോൺ പറഞ്ഞതുപോലെ, സ്വന്തം രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകളും അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളും ഒക്കെ തെരുവിൽ പ്രകടനം നടത്തുകയും, അല്ലെങ്കിൽ ഒരു പർദ്ദയുടെ പേരിൽ ഒരു കുട്ടിയെ തെരുവിലിട്ട് തല്ലിക്കൊന്നതിൻ്റെ 2ാം വാർഷികമാണ്. അത് വീണ്ടും അവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക്, അതായത് കലാപം അടിച്ചൊതുക്കുന്നതിന് എത്ര ദിവസം എടുത്തോ അതിനകത്ത് ഈ അവിടുത്തെ മതപോലീസും മറ്റ് പട്ടാളവും ഒക്കെ എടുത്ത സ്ട്രെയിൻ എത്രത്തോളം, അതിനെയെല്ലാം 10,000 പേര് ജയിലിൽ പോകുന്ന അവസ്ഥ, 500 പേരോളം മരിക്കുന്ന അവസ്ഥ. അപ്പോൾ അവിടുത്തെ ആ കലാപവും ആ പ്രതിഷേധം എത്ര വലുതായിരുന്നു. അത് അടങ്ങിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഇപ്പൊ ഇന്ന് 2ാം വാർഷികത്തിൽ നടന്ന പ്രതിഷേധം ഇത്രയും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ലോകമാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു പരമാധികാരി ഞങ്ങളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കാത്തത്, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ടുള്ള പ്രകടനവും അല്ലെങ്കിൽ സ്ത്രീകൾ നയിക്കുന്ന ഒരു പ്രതിഷേധമൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഈ പെട്ടെന്നൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. 2ാം ചരമവാർഷികമാണല്ലോ ഇപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇസ്രായേലിനെ നിരന്തരം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വാക്കുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയുക, 2 തെറിയെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞ പോലെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ എന്നാൽ ഇസ്രായേൽ വിചാരിച്ചാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ.
ഒരു പ്രതിഷേധം ഉണ്ടാക്കിയെടുക്കുന്നതിനോ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയെടുക്കുന്നതിനൊന്നും ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ രാജ്യത്ത് കയറി ഒരാളെ അറ്റാക്ക് ചെയ്യാമെങ്കിൽ, വധിക്കാമെങ്കിൽ ഇതൊരു നിസ്സാരമല്ല. വേണമെങ്കിൽ ഇസ്രായേലിന്റെ കയ്യും കൂടെ നമുക്ക് അതിനകത്ത് സംശയിച്ചൂടെ? അല്ല, ഇസ്രായേലിന്റെ കൈയും കൂടി അതിനകത്ത് സംശയിച്ചൂടെന്ന് പറയാം. ജോണ് മര്യാദയ്ക്ക് നടക്കാതെ ജോണിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അയലോക്കാരന് ജോണിന്റെ വീട്ടിൽ നോട്ടം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോണിന്റെ പ്രോപ്പർട്ടിക്കകത്ത് അല്ലെങ്കിൽ വീട് ഇറക്കണമെന്ന് വിചാരിച്ചാൽ ഈ നിസ്സാരമായിട്ട് നടക്കും. 78 ഒരു കലാപം ഉണ്ടാകുന്ന ശേഷം ഈ ഇറാഖ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിന് മുമ്പുള്ള കാലം അറിയാമോ? അന്ന് ഗൾഫിലൊന്നും അല്ല ആൾക്കാർ നമ്മൾക്കറിയാമല്ലോ. പേർഷ്യ എന്ന് പറഞ്ഞാൽ ആ രാജ്യമായിരുന്നു, എന്ത് സമ്പന്നമായ രാജ്യമായിരുന്നു. ഇപ്പം ആ രാജ്യം അന്നത്തെ ആ അല്ലെങ്കിൽ ആ കലാപത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഇതിന് ശേഷം മതരാഷ്ട്രമായതിനു ശേഷം ഇവനും ഈ കോഞ്ഞാണ്ടയായി പോകാനും വീണ്ടും ഇതേമാതിരിയുള്ള ഈ മതത്തെ വിറ്റ് തിന്നുന്നതിനും അല്ലെങ്കിൽ ഈ നിലപാടും എടുത്ത് സ്വന്തം രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ആരാ കുറ്റക്കാരൻ? ഇപ്പൊ തന്നെ യുദ്ധത്തിനകത്ത് ഇസ്രായേലായിട്ട് ഇവർക്ക് ഹമാസിന്റെ വിഷയത്തിനകത്ത് ഇടപെടേണ്ട കാര്യമുണ്ട്. ആ ഒന്നാമത്തെ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അമേരിക്ക ആക്രമിക്കാനിരിക്കുകയാണ്. വീണ്ടും ഉള്ള തീവ്ര ഗ്രൂപ്പുകളെ അല്ലെ ഹിസ്ബുള്ള പോലെയും ഹമാസ് പോലെയുള്ള ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ചെല്ലും. ഇന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ലോകത്ത് ധൈര്യമുള്ള ഒരു രാജ്യവുമില്ല, അമേരിക്ക ഉൾപ്പെടെ. അപ്പോൾ ആക്രമിക്കാൻ ചെല്ലും, സ്വയം നശിക്കാൻ നിൽക്കും. മാത്രമല്ല, നമ്മളാണ് ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ. ഇവർക്ക് എന്ത് പ്രശ്നങ്ങളും വന്നെങ്കിലും ഉപരോധം വരുന്ന സമയത്തും നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എന്തിനാണ് ഇപ്പം നമ്മളെ കയറി ചൊറിയാൻ നിൽക്കുന്നത്? അപ്പം ഇതിനകത്ത് മതം തലയ്ക്ക് പിടിച്ചിരിക്കുകയും വെളുവേട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് സ്വന്തം രാജ്യത്തിനകത്ത് കുഴപ്പം വരും. അതിന് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇസ്രായേൽ ചിലപ്പം നിന്ന് കാണും, അത് ഇസ്രായേലിന്റെ ജോലിയാ. ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഇടപെട്ട് കാണും. ഇന്ത്യ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത്രത്തുണ്ട്. ഈ പറയുന്ന പരമാധികാരിക്ക് ഉണ്ടായിരുന്നിട്ട് ആ രാജ്യം ഡെവലപ്പ് ചെയ്യാനല്ലേ നോക്കണ്ടേ? പറയണ്ട, പറയുന്നതില്ല. പറഞ്ഞതുപോലെ വെളുവേട് പറയേണ്ട കാര്യമല്ല ഉണ്ടോ? കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുകയല്ലേ. ഇനി അതങ്ങ് സ്വർഗരാജ്യത്തോട്ട് പോയാൽ പോരെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം അനുസരിച്ച്. അല്ലെങ്കിൽ ഈ അവിടെ ചെല്ലുമ്പോൾ ഇതിനെക്കാട്ടി വലിയ രാജ്യം ഉണ്ടെന്നല്ലേ അവരുടെ വിശ്വാസം. അപ്പൊ അതിന് പോയിക്കാതെ നാട്ടിൽ ആ രാജ്യത്ത് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കാതെ, ആ രാജ്യത്ത് വേണ്ട വികസനം നടത്താതെ, ആ രാജ്യത്തിന്റെ പുരോഗതിയിലൂന്നി കാര്യങ്ങൾ ചെയ്യാതെ വീണ്ടും ഈ പണ്ട് ലോക നിലവാരത്തിൽ നിന്ന ഒരു രാജ്യത്തെ ഈ അവസ്ഥയിൽ എത്തിച്ച് വീണ്ടും അതിനെ പടുവിലേക്ക് നയിക്കുന്ന അതിൻ്റെ പരമോന്നത നേതാവിനെ അങ്ങനെയൊന്നും അല്ല വിളിക്കേണ്ടതിന് വേറെ ഭാഷയുണ്ട്. അപ്പൊ പിന്നെ അതിനകത്ത് പിന്നെ കുഴപ്പമുണ്ടാക്കുന്ന വേറെ ആരെങ്കിലും തന്നെത്താനെ കുഴപ്പമുണ്ടാക്കിയിട്ട് വേറെ ആരെങ്കിലും ഒക്കെ പഴിചാരി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയ്ക്കൊന്നും കാര്യമില്ല. ഇസ്രായേൽ കുഴപ്പമുണ്ടാക്കുന്നെങ്കിൽ ഇസ്രായേലിനോട് പണിക്ക് ചെന്നിട്ടാ, ഇസ്രായേലിനോട് പണിക്ക് ചെന്ന് ഇസ്രായേൽ കുഴപ്പമുണ്ടാക്കും. ഇന്ത്യയോട് വന്നപ്പോൾ ഇന്ത്യ മറുപടി പറഞ്ഞല്ലോ, കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ മതിയാവത്തുള്ളൂ. കാരണം ഇന്ത്യ മറുപടി പറയും. എത്ര സൗഹൃദം ഉണ്ടെങ്കിലും ആ സൗഹൃദത്തെ പറഞ്ഞ് ഇന്ത്യയെ മോശമാക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അവസരത്തിൽ വന്ന് ഇന്ത്യക്ക് മറുപടി പറയാൻ സാധിക്കും. ഇന്ത്യ മറുപടി പറയും. ഇന്ത്യക്ക് അതിനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മറുപടി പറയും. വേണ്ടി വന്നാൽ ആ മറുപടി വേറെ ഏതർത്ഥത്തിൽ ഈ രാജ്യം ആഗ്രഹിക്കുന്നോ, ഇറാൻ ആഗ്രഹിക്കുന്നോ ആ അർത്ഥത്തിൽ തന്നെ കൊടുക്കും. അതിനുള്ള കരുത്തുണ്ട്. അതാണ് ഇന്ത്യ മറുപടി പറഞ്ഞത്. അതെ, സൗഹൃദത്തിലുള്ള രാജ്യമാണ്. നമ്മളുമായിട്ട് അത്രയും സൗഹൃദമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. സൗഹൃദമുള്ള രാജ്യമാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന വളരെ കാലം മുമ്പേ സൗഹൃദമുള്ള രാജ്യമാണ്. ഇപ്പം നമ്മുടെ അവിടുത്തെ ഒരു പോർട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ പല ബിസിനസ് ഇടനാഴികൾക്കും സുതാര്യമായിട്ട് ഉപയോഗിക്കാൻ വളരെ കാലം, ഇപ്പോഴല്ല വളരെ കാലം മുമ്പ് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അത്തരം സൗഹൃദം. ഈ സൗഹൃദമുള്ള രാജ്യത്ത് ഈ പരമാധികാരി പറയുന്ന മൊത്തം പാഴ്വാക്കുകളില്ലേ, ഇയാൾ ആ രാജ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഇയാൾക്ക് ഉണ്ടായിരുന്നപ്പോൾ ഇസ്രായേലുമായിട്ട് വിഷയം ഉണ്ടായിപ്പോയി, ആ വിഷയം അങ്ങനെ നിന്നോട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട പിന്തുണ കൊടുത്തോട്ട്, അതായത് അവരുടെ വിഷയമായിരിക്കും. ഇന്ത്യയായിട്ട് എന്താ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പൊ സംസാരിച്ചത്? ഇന്ത്യ ഇതുപോലൊരു വലിയ അല്ലെങ്കിൽ ഇത്രയും കരുത്തുള്ള ഒരു രാജ്യം, ഇന്ത്യയുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു രാജ്യമല്ലേ. ഈ വിഷയത്തിൽ ഈ ഇസ്രായേലുമായിട്ട് ഇത്രയും സൗഹൃദമുള്ള സമയത്ത് നമ്മൾ അവരുടെ ഒരു വിഷയം വരുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതാ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇടപെടുന്നതാ. നമ്മളായിട്ട് സൗഹൃദമുണ്ട്, പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവരുമായിട്ടൊക്കെ ഉള്ളപ്പോഴും ആ സൗഹൃദം കാത്തു സൂക്ഷിച്ചു. ആ രാജ്യത്തിന്റെ ഒരു അവസരം വന്നപ്പോൾ ആ രാജ്യത്തെ ലോകത്തിന്റെ നിറയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന ഒരു സംസാരത്തിന്റെ കാര്യം ഇദ്ദേഹത്തിനുണ്ടോ? അല്ലെ എന്തിന്റെ കാര്യം? അപ്പം വിനാശകാലേ വിപരീത ബുദ്ധി, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.